ഇങ്ങനെ എഴുതി വിടാ കേട്ടോ. കാരണം ഇതിനകത്ത് പേരും ഐഡന്റിറ്റിയും കണ്ട ഇങ്ങനെ പറയണ്ട. ഇങ്ങനത്തെ പേരും ഐഡന്റിറ്റി ഇല്ലാത്ത കുറച്ച് ആൾക്കാർക്ക് ഇവിടെ വന്നിരുന്ന എന്ത് വേണമെങ്കിലും പറയാം. എനിക്കിവനെ പണ്ടേ ഇഷ്ടമല്ല, വീഡിയോയിൽ വന്നിരുന്ന് എല്ലാവരെയും അവന് ഊക്കും, പക്ഷെ അവൻ ആരെങ്കിലും ഊക്കിയാൽ പിന്നെ ട്രിഗർ ആകും. ഇജാതി കോമാളി വേണം. വാവ്, താങ്ക് യു സോ മച്ച് ബ്രദർ, മീൻസ് ലോട്ട്. ഇങ്ങനെ കുറെ ഉണ്ട് താഴോട്ട്. വെച്ചാൽ നമ്മൾക്ക് പറഞ്ഞേ, അതായത് എവിടെ ഒരു കൂട്ടം ഓഫ് ആൾക്കാർ ഇത് വന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പൂന്തോട്ടമാണ്. വാവ്, ദാറ്റ്സ് സച്ച് എ ഗുഡ് റൈമിങ് ബ്രദർ, ദാറ്റ്സ് നൈസ്. പൂന്തോട്ടമാണ്, കൊള്ളാം, ഇടയ്ക്ക് ഉപയോഗിക്കാം. ഇടയ്ക്ക് ഷോർട്സിൽ കയറി വന്നിട്ട് അവൻ അതായിരുന്നു ഇതായിരുന്നു കാലിനിടയിൽ എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദുരയും വിളിച്ചിട്ട് പോകുന്നത് കാണാം. ശരിക്കും ഇവൻ ആരായിരുന്നു? അതെ, ഇവൻ ആരായിരുന്നു? അതാണ് എൻ്റെ ചോദ്യം. ഇവൻ ആരായിരുന്നു? I have known him since early PUBG Mobile streaming days. His gameplay was very average back then. Honestly, not surprising. He moved to other games and finally to full-on content creation. There was this 1v1 TDM he played against Blind Psycho. He played completely destroyed on the score was something like 33. 33 ഞാൻ ബ്ലൈൻഡ് സൈക്കോയോട് തോറ്റു. Chat started clowning him hard. He didn't take it well at all. Went off a ran saying it was just a friendly match and Psycho is an esports player. പക്ഷേ ഇത് നീ ഇട്ടത് നന്നായി. കാരണം ഇതിന് എനിക്കൊരു മറുപടി പറയാനുണ്ട്. ഈ ബ്ലൈൻഡ് സൈക്കോയെ 0-19 തോപ്പിച്ചവനെ എടുത്തിട്ട് അപരാധിച്ച് പണി ഓടിച്ച് ഞാൻ വിട്ടതിന് ശേഷമാണ് നീ ഈ പറഞ്ഞ ആവറേജ് പ്ലെയർ പബ്ജി മൊബൈൽ നിർത്തിയത്. മനസ്സിലായ? എന്നെ അടിച്ച ആളിനെ തിരിച്ചടിച്ച് മറ്റേ അവനെ തൂറ്റിച്ച് എക്സിറ്റ് അടിച്ച് പോയിട്ടാണ് ഞാൻ ഈ ആവറേജ് പ്ലെയർ കളി നിർത്തിയത്. എന്തായാലും നന്നായി, അത് പറഞ്ഞത് നന്നായി. നിനക്ക് അറിഞ്ഞൂടായിരിക്കും, ചിലപ്പോൾ നീ ഇത് മാത്രമേ കണ്ടിട്ട് എൻ്റെ ചാനലിൽ നിന്ന് ഞാൻ ചിലപ്പോൾ അന്ന് തോറ്റു പോയത് കണ്ടുകൊണ്ട് നീ പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ എണ്ണീറ്റ് നിന്നായിരുന്നു. മനസ്സിലായ? അത് നിന്നെ പോലത്തെ ആൾക്കാർക്ക് അറിഞ്ഞൂടാ. കേസ് ഇതിനകത്ത് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പറയണത് പോലെ ആൾക്കാരെ പറ്റി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാം. മീൻസ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയേ, ഒരു ഗെയിമിൽ തുടങ്ങിയ സാധനമാണ് ഇത്. ഇപ്പം ഈ റിയൽ ലൈഫ് ഇൻഫോയും ബാക്കിയുള്ള സാധനങ്ങളും ഗ്യാദർ ചെയ്യാൻ ഇത് എവിടെ വരെ എത്തിയെന്ന് നോക്ക്. ഇല്ലല്ലോ, വേണ്ട. എനിക്ക് കുറച്ച് വെള്ളം കൊണ്ട് തരുമോ? തണുത്ത വെള്ളം. സിറ്റിയിൽ കയറാം. നിങ്ങൾ നോക്കിയാൽ ഒരു കൂട്ടം ഫ്രസ്ട്രേറ്റഡോ ഒന്നും വേണ്ട, ചിലപ്പോൾ രാവിലെ വീട്ടിൽ വന്ന് മുട്ടും. എടാ, ഞാൻ അങ്ങനൊന്നും മുട്ടൂലടാ. മുട്ടിയന്മാരുണ്ട്, മുട്ടിയന്മാർക്ക് അറിയാം. അതായത് തന്തലാഴി കാണിച്ച് വീട്ടിലുള്ള കുടുംബത്തിലുള്ള ചിലപ്പോൾ നീയൊക്കെ നോക്കി നിൽക്കുമായിരിക്കും ഇവിടെ നിന്റെ വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോയും മറ്റേ ഇതൊക്കെ വരുന്ന സമയത്ത് ഈ പറയണത് പോലെ മിണ്ടാതെ ഒന്നും ചെയ്യാതെ ആയിരിക്കാം. പക്ഷെ നീ എൻ്റെ വൈഫിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ തിരിച്ച് ഈ പറയണത് പോലെ അവക്ക് വിഷമമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ അവളെ കൊണ്ട് നിർത്തിയിട്ടുണ്ടോ, അല്ലെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? നിന്നെ കൊണ്ടൊക്കെ പറ്റാത്തതിൻ്റെ കഴിവുകേടാ, മനസ്സിലായ? പക്ഷെ ഞാൻ അത് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ സറൗണ്ടിങ്സിൽ നിൽക്കുന്നവർക്ക് അതിനകത്ത് മര്യാദയ്ക്ക് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഗൈസ്, ഈ പറയുന്നത് പോലെ മോർഫഡ് ഹിസ് വൈഫ് ആൻഡ് സിസ്റ്റർ മേ ബി യു എൻജോയിങ് ദിസ് കണ്ട ഇതൊക്കെ വിവരമുള്ളവരും ഉണ്ട് അതിനകത്ത്. ശരി, ഞാൻ പറയണം, ഇതൊരു അയൽക്കോട്ട് സെറ്റപ്പാണ്. ഇവിടെ വരെ എത്തി നമ്മുടെ പ്രൊഫൈൽ. ഇല്ല, നിങ്ങൾക്ക് എവിടുന്നാന്ന് വെച്ചാൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാം. ഇതിനകത്ത് എൻ്റെ എക്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇവന്മാരുടെ വിചാരം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിനെയൊക്കെ പറ്റി പറയുമ്പോൾ എൻ്റെ എന്തോ രോമം എന്തോ ഇളകി വീഴും. ഞാൻ എൻ്റെ പെണ്ണുമുള്ളോട് രാവിലെ വായിച്ചിരുന്ന് ചിരിക്കുമായിരുന്നത്. ഞാൻ ഇപ്പോൾ അവളെ ഇപ്പോൾ വരുമ്പോൾ വേണമെങ്കിൽ അവളെ പിടിച്ചിരുത്തി വായിച്ചു കേൾപ്പിക്കാം. നിനക്കൊക്കെ കാണണോ? ട്രൈ ചെയ്ത് നോക്കടാ. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. നിനക്ക് ഇതൊക്കെ കിട്ടണം, ഇങ്ങനെ കിട്ടണം എന്നാണെങ്കിൽ അങ്ങ് ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ അമ്മ ഒരു കഴിവില്ലാത്ത, സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പോലും താല്പര്യമില്ലാത്ത കുറെ ഫ്രസ്ട്രേറ്റഡ് ആൾക്കാർ നോക്ക്. എൻ്റെ അമ്മ അടുത്ത വരുന്ന സക്സസ്ഫുൾ കമന്റ്. സത്യം അല്ലേ? സക്സസ്ഫുൾ ആയിട്ടുള്ള എത്ര പേരാണ്. എന്തായാലും ഓക്കെ ബ്രോ. ഈ പറഞ്ഞല്ലേ, നമുക്ക് സക്സസ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഹെയ്റ്റും വരും. അതിന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ അത് ഞാൻ അങ്ങനെയായിട്ട് വിശ്വസിക്കുക. സ്കിപ്പ അല്ല, ഇതിനകത്ത് ഒരു കമന്റ് കൂടെ ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാവേ. നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം പിടികിട്ടും. നമ്മുടെ കയ്യിൽ നിന്ന് അടി കൊണ്ട് തൂറിയ ഒരുത്തനാണ് ഇത്. അവന് സ്വന്തമായിട്ട് ഗ്യാങ് ഉണ്ടെന്ന് അവൻ ഓൾറെഡി പറഞ്ഞു. ഈ കമന്റ് ജസ്റ്റ് നോക്കിയോണേ. ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ ഇവൻ തൊലിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഡോണ്ട് നോ ഹൗ മെനി ആർ ഫെമിലിയർ വിത്ത് GTA RP. എനിവേസ്, വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ഇൻ സിമ്പിൾ വേർഡ്സിൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. RP സെർവറുകളിൽ ഗ്യാങ് ഉണ്ട്. ഞാനിത് ഇംഗ്ലീഷ് മലയാളത്തിൽ വായിക്കാവേ. RP സെർവറുകളിൽ ഗ്യാങ് ഉണ്ട്. ബേസിക്കലി മെയ്ഡ് മൈ റിക്രൂട്ടിംഗ് ന്യൂ ഓർ ഗുഡ് പ്ലേയേഴ്സ് ഓർ ഗെയിമേഴ്സിനെ അല്ലെങ്കിൽ അവരെ ഇത് റിക്രൂട്ട് ചെയ്യും. നോൺ സ്ട്രീമർ ഗൈസ് ലൈക്ക് us എന്നെ പോലത്തെ അവനെ പോലത്തെ നോൺ സ്ട്രീമേഴ്സ് ആയിട്ടുള്ളത്
ഹണ്ട് ഫോർ ന്യൂ പ്ലേയേഴ്സ് ഫ്രം ഡിഫറെന്റ് PvP ഗൺ പ്ലേ സെർവർ. എടാ അപ്പൊ ഈ ബാക്കിയുള്ള ഗ്യാങ്ങുകളൊക്കെ PvP പ്ലേയേഴ്സിനെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഏ ഈ സ്ട്രീമർ ഗ്യാങ് എന്ന് പറയണ എന്താടാ? നിനക്ക് കമ്പ്യൂട്ടർ ഉണ്ട്, OBS എടുത്തിട്ട് നിനക്ക് ഞെക്കാൻ അറിഞ്ഞൂടെ? സ്ട്രീം ഗോ ലൈവ്, അതിനൊരു കഴിവ് വേണം ബ്രോ. വെറുതെ സ്ട്രീം ഇട്ട് സാധനം ആട്ടിക്കൊണ്ടിരുന്ന ആരും കാണാൻ വരൂല. അതൊരു സ്കില്ല, അതൊരു കഴിവാ. ആ കഴിവിലൊക്കെ ഇതൊക്കെ ആൾക്കാരെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു ഇതാണ്. ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, ഇത് നിങ്ങൾ നോക്കിക്കോണേ. Once they settle well in our team, we teach them tactics and all, help them to grind and improve their skill, teach and uplift them to gain exposure and credibility among co-players and servers. So will take around 6 months at least. 6 മാസം എടുക്കും ഒരു പ്ലെയറിനെ നമ്മൾ കൊണ്ടുവന്ന് ടാറ്റിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ. വൺസ് എ സ്ട്രീമർ ഗൈ ലൈക്ക് ഹിം നോട്ടീസസ് ദം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ന്യൂ പ്ലേയേഴ്സ് കേപ്പബിലിറ്റി ഇൻ ഫൈറ്റ്, when they fight against his gang called TVA and loses fight, he tries to get this better players to his team. മനസ്സിലായേ? അതായത് നമ്മള് എടാ ലോകത്ത് എല്ലാം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് ബ്രോയ്ക്ക് അറിയാത്തോണ്ടാ. ഇതിൽ മറ്റേ ദാരിദ്ര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തുള്ള എല്ലാ സാധനങ്ങളും വർക്ക് ആവുന്നത് ഇങ്ങനെയാ. അതായത് ഇപ്പൊ നിങ്ങളൊരു പ്ലെയറിന് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ വരാതിരുന്നൂടെ അവർക്കൊക്കെ? എന്തുകൊണ്ട് വരാതിരിക്കുന്നത്? എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും സ്വന്തം കരിയറും സ്വന്തം ഇതും എല്ലാം നോക്കും. മനസ്സിലായോ? സ്വന്തം ഇതെല്ലാം നോക്കും. അങ്ങനെ നോക്കുന്നത് കൊണ്ടാണ്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, ഇതൊക്കെ ഫ്രസ്ട്രേഷൻ ആണ്. ആൻഡ് എനിക്ക് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നവർ ജസ്റ്റ് ഇവിടോട്ടൊന്ന് നോക്കിയാൽ മതി. എന്തോരം ഫ്രസ്ട്രേറ്റഡ് ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഈ കമന്റ് സെക്ഷനിലും ഇതിൽ പോസ്റ്റ് ഇട്ടവർക്കും കാണാം. എനിവേ എന്തായാലും മച്ചാ, ഓൾ ദ വെരി ബെസ്റ്റ്. എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്ക്. എനിക്ക് ഇതുകൊണ്ടിരിക്കാനുള്ള പണിയില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്ക്. കിട്ടുമ്പോൾ നീ കൊണ്ടുപോകാം. അന്നേരം അതിനുള്ള മറുപടി ഞാൻ അന്നേരം പറയാം. ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ പിന്നെ അതെ ഞാൻ പറഞ്ഞേ. വിട് ചില്ല ട്രൈയിങ് ഹാർഡ് എന്തെങ്കിലും കിട്ടാൻ. എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ? എന്തെങ്കിലുമൊക്കെ അപരാധിക്കണ്ടേ? എങ്ങനെയാണം? ഇങ്ങനെ തന്നെ ആകണം. എല്ലാം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ന് ആലോചിക്കുമ്പോഴും എനിക്കൊരു സമാധാനം ഉള്ളത്. നമ്മൾ എന്ത് കഷ്ടപ്പെടണമല്ലേ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ എനിക്ക് മാസം കിട്ടുന്ന പൈസ ടോട്ടലി എൻ്റെ കുടുംബത്തൊന്നും കൊടുക്കാറില്ല. ഞാൻ വീട്ടിൽ ഒന്നും 5 പൈസ ഞാൻ കൊടുക്കാറില്ല. എനിക്കാണെങ്കിൽ ലക്ഷറി ആയിട്ട് ജീവിക്കുന്നത് ഇഷ്ടമേ അല്ല സത്യം പറഞ്ഞ. എനിക്ക് മാസം ഞാനൊരു എമൗണ്ട് ഉണ്ടാക്കുന്നതിൽ ഒരു 90% ഞാൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഇത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ എന്തൊരു ലൈഫാണല്ലേ. ഞാൻ എന്തൊരു ദാനധർമ്മനാണല്ലേ. വാവ്, നൈസ് ഗായ്. കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ മാട്രിമോണിയിൽ ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഒരു കെട്ടായിരുന്നു. ഇതെന്താ ഇത് വീണ്ടും ഇതായി പോയോ?